നമ്മളുള്ളത് പറവൂർ സൈഡിലാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് രാജി ചേച്ചിയും രാജേഷ് ചേട്ടനുമാണ്. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു, മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു. നമുക്ക് ഇന്ന് 2 ഗെയിം ഉണ്ടാവും. ഒരു ചെറിയ ഗെയിമും ഒരു വലിയ ഗെയിമും. ബെല്ലടിക്കും ബില്ലടയ്ക്കാം കോ പവർഡ് ബൈ കല്യാൺ ജുവലേഴ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പറവൂർ രാജി ചേച്ചിയുടെയും രാജേഷ് ചേട്ടൻ്റെയും കൂടെയാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഗെയിം? സൂപ്പറായിരുന്നു. അവസാനം ഗുരുവായൂരപ്പനെയൊക്കെ വിളിച്ച് ചേട്ടൻ ജയിച്ചു അല്ലേ? ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. എനിക്കൊന്നും അവിടെ മറ്റേ ഉരുളാന്നൊക്കെ നേർന്നെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് വൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശരിക്കും പ്രതീക്ഷിച്ചില്ല അല്ലേ നമ്മള്? കാരണം എന്റെ ബലൂൺസ് എല്ലാം ആദ്യം തന്നെ പൊട്ടിയില്ല. അതെ, അപ്പൊ ഞാൻ പ്രതീക്ഷ കൈവിട്ടു. പക്ഷെ ഞാൻ എവിടെ ചെന്നാലും ഞാൻ എപ്പോഴും ഫൈനലി ജയിക്കാറുള്ളൂ. അതെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും ചേട്ടൻ പറഞ്ഞു ചേട്ടൻ അങ്ങനെ ഭയങ്കര ആത്മവിശ്വാസം ഉള്ളൊരു വ്യക്തിയാണ്. അപ്പൊ അതേപോലെ തന്നെ ചേട്ടൻ ജയിച്ചിരിക്കുകയാണ്. ചേച്ചിയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഏര. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഗെയിമിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു മക്കളും നന്നായിട്ട് പാട്ട് പാടും അല്ലേ? അച്ഛനും അമ്മേനെയും പോലെ തന്നെ നന്നായിട്ട് പാട്ട് പാടുന്ന 2 മക്കളാണ്. ഇവര് മേളം പഠിക്കുന്നുണ്ട്. ഓക്കെ, ചെണ്ടമേളം. ഓക്കെ, അത് പ്രൊഫഷണൽ ആയിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ പഠിക്കുന്നുണ്ട്. എന്നാലും അവർ അത്യാവശ്യം നല്ലോണം പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, കാവിൽ അജയന്മാരായിരുന്നു പറഞ്ഞൊരു ആശാനാണ് അവരുടെ ഗുരു. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും ഫുൾ ഓൺ സംഗീത പാരമ്പര്യം അല്ലെ, കലാപാരമ്പര്യം ഉള്ള ഒരു കുടുംബമാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഗെയിം സെഷനിലേക്ക് പോയാലോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ചേച്ചി റെഡി അല്ലേ? സന്തോഷത്തോടെ പറയാം ചേച്ചി. റെഡി. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഗെയിം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇന്ന് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് ചമ്മന്തി അരക്കലാണ്. ഈസി അല്ലേ? നമ്മൾ ഡെയിലി വീട്ടിൽ ചെയ്യുന്ന പരിപാടി തന്നെയാണ് ചമ്മന്തി അരക്കൽ. അപ്പോൾ ഈ ചമ്മന്തി അരക്കലിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് മാത്രമേ ഇതിന് സമയമുള്ളൂ. ഈ 5 മിനിറ്റിൽ നമ്മൾ ചമ്മന്തി അരച്ച് നല്ല രുചിയായിട്ടുള്ള ചമ്മന്തി നമുക്കിവിടെ എല്ലാവർക്കും സെർവ് ചെയ്യണം. അതാണ് ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രുചിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചേച്ചി റെഡി അല്ലേ? മക്കൾ റെഡി അല്ലേ സപ്പോർട്ട് ചെയ്യാൻ അമ്മേനെ? ചേട്ടൻ റെഡി അല്ലേ? നോർമലി എങ്ങനെയാണ് വീട്ടില് ചമ്മന്തി ചേട്ടൻ സഹായിക്കാറുണ്ടോ അരയ്ക്കാനായിട്ട്? സഹായിക്കും. അതാ ശരി, ചേട്ടൻ സഹായിച്ചാണ് ചേച്ചി ചമ്മന്തി അരയ്ക്കാറ്. അങ്ങനെ ചേട്ടൻ ഇങ്ങനെ ചിരവി തരും, ചേച്ചി അരയ്ക്കും, അങ്ങനെയാണ് അല്ലേ? ഇന്ന് നമ്മളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ? ലെറ്റ്സ് ഗോ. ബെല്ലടിക്കൂ ബില്ലടയ്ക്കാം കോ പവർഡ് ബൈ കല്യാൺ ജുവലേഴ്സിന്റെ ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു റൗണ്ടാണ്. ചേച്ചി ടെൻഷനൊന്നും ഇല്ലല്ലോ? ഞാൻ ടൈമർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ടൈമർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പം അതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഇതിൽ തന്നെയാണോ ചമ്മന്തി അരയ്ക്കുക ഡെയിലി? അല്ല, മിക്സിയിലാണ്. അടിപൊളി. അപ്പോൾ ഇതിനകത്ത് അരച്ച എക്സ്പീരിയൻസ് ഉണ്ടോ? ഉണ്ട്. ഇവിടെ ക്യാമറാമാരെല്ലാം സെറ്റാണ്. ചേച്ചി ഓടുന്നു, നമ്മൾ പുറകെ ഓടുന്നു, ഞാൻ ഓടുന്നു, എല്ലാം സെറ്റാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 5 മിനിറ്റ് ആണുള്ളത്. ഈ 5 മിനിറ്റിൽ നമ്മൾ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയാൽ മാത്രമാണ് കറണ്ട് ബില്ല് നമ്മൾ അടയ്ക്കുക. റെഡി അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? തേങ്ങ പൊതിക്കാൻ പോകണം. ചേച്ചി തേങ്ങ പൊതിക്കാൻ പോകണം. റെഡി? ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യട്ടെ. റെഡി? 1 2 3
നമുക്കൊരു പാട്ട് പാടിക്കൊണ്ട് തേങ്ങ ചിരണ്ടിനെ പറ്റി എന്താണ് അഭിപ്രായം? അത് വേണോ? ആ പാടിക്കോ. വേണ്ട, നല്ല ശബ്ദമുണ്ട്, വേണ്ട ചേച്ചി പാട്ട് പാടുന്ന. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ പോലെ ചേച്ചി ഇവിടെ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കാണ്. നോർമലി ചേച്ചി ചമ്മന്തി അരയ്ക്കാൻ എത്ര സമയം എടുക്കും? 2-3 മിനിറ്റ്. 2-3 മിനിറ്റിനുള്ളിൽ ചമ്മന്തി അരച്ച് തീർക്കും എന്നാണ് ചേച്ചി പറയുന്നത്. നമ്മളൊക്കെ വെല്ലുവിളിക്കുന്നു. 5 മിനിറ്റ് ഒന്നും ചേച്ചിക്ക് ആവശ്യമില്ല. ചേട്ടൻ്റെ തന്നെ ചേട്ടനാണ്, അതുകൊണ്ടാണ്. ചേട്ടൻ്റെ തന്നെ ചേട്ടനാണ്. ഓക്കെ, തേങ്ങ ചിരണ്ടി തീരാറായി, ഏകദേശം തീരാറായി. കഴിഞ്ഞല്ലേ? ഓക്കെ, കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത് എന്താ പരിപാടി? വേപ്പില എടുക്കാം. വേപ്പില. ഇട്ടു, ഉപ്പിട്ടോ. അഥവാ ചമ്മന്തി അരയ്ക്കാൻ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ചേച്ചി പഠിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ, അരയ്ക്കാം. എന്നാലും വേണ്ട, ചേച്ചിക്ക് താല്പര്യമില്ല ജോലിയിൽ. അപ്പൊ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ചേച്ചി നമുക്കത് പ്ലേറ്റിലേക്ക് ഒന്ന് എടുത്ത് വെച്ചാലോ, എന്നിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, റെഡി? വെച്ചോ? ഓക്കെ, കറക്റ്റ് 5 മിനിറ്റ്. ദേ 5 മിനിറ്റ് 1 സെക്കൻഡ്. എനിക്കൊന്ന് 1 സെക്കൻഡ് ഞാൻ ഓഫ് ചെയ്യാൻ എടുത്തൊരു ടൈം ആയിരിക്കണം. ബട്ട് കറക്റ്റ് 5 മിനിറ്റിൽ ചേച്ചി അത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി എക്സ്പീരിയൻസ്? ഓടി ഓടി താവെന്ന് തോന്നുന്നു. ശരിക്കും ഇത് എനിക്കൊന്നും അറിയില്ലാന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ മിക്സിയിൽ ഇടുമ്പോൾ അറിയും. ഇത് ശരിക്കും ഞാൻ ഒതുക്കി എടുക്കുകയുള്ളൂ. ഓക്കെ ഓക്കെ, നമ്മൾ നോർമലി ഇതിനകത്ത് അരയ്ക്കുമ്പോൾ ഈ കറിവേപ്പില അറിയില്ല എന്നാണ് ചേച്ചി പറയുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്താലോ? ഓക്കെ, നമുക്ക് ചേട്ടനെ വിളിച്ചാലോ? ചേട്ടാ വരൂ.
ക്യാമറയുടെ പുറകിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. Taste ചെയ്യട്ടെ? സത്യം മാത്രമേ പറയാവൂ. അടിപൊളി. അതായത് ഇത്ര നാള് ഈ മിക്സിയിലിട്ടുണ്ടാക്കാൻ കഴിച്ചേ, ഇത് കഴിച്ചപ്പോ എന്റെ ഒരു അമ്മയുടെ ഓർമ്മ ഒന്നും എനിക്ക്. അമ്മ മിക്സി ആണെങ്കിൽ കല്ലിലറിയുള്ളൂ, അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ. അതെല്ലേ? ഓക്കെ, ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്തായാലും ഇപ്പൊ ചേച്ചി ഇപ്പൊ അരച്ചിട്ട് ചേട്ടൻ കൊള്ളത്തില്ലെന്ന് പറയത്തില്ലല്ലോ. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട് ചേച്ചി. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി, 5 മിനിറ്റിൽ നല്ല അടിപൊളി ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചി ഈ ടാസ്ക് വിൻ ചെയ്തിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം ചേച്ചിക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇത് മാത്രമല്ല, ഒത്തിരി സമ്മാനങ്ങളുണ്ട്. ചേച്ചി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നാൽ നമുക്ക് അതിലേക്ക് കിടക്കാം. ബെല്ലടിക്കൂ ബില്ലടയ്ക്കാം കോ പവർഡ് ബൈ കല്യാൺ ജുവലേഴ്സിന്റെ 2 അത്യുഗ്രൻ ഗെയിംസ് ഫിനിഷ് ചെയ്ത് ഇവിടെ 2 പേര് ഇരിപ്പുണ്ട്. ചേട്ടാ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിംസ്? അടിപൊളിയായിരുന്നു. ചേച്ചിക്ക് എന്തൊരു സന്തോഷമില്ലാത്ത ഗെയിമൊക്കെ ജയിച്ചു. 5 മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നു. ഞാൻ ആദ്യം ശരിക്കും വിചാരിച്ചത് അവിടെ ചേച്ചി ജയിക്കും എന്നാണ്. പക്ഷേ നമ്മളെയൊക്കെ പ്രതീക്ഷയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ചേട്ടൻ ബലൂണൊക്കെ ചവിട്ടി പൊട്ടിച്ച് ചേട്ടൻ ജയിച്ചു. അങ്ങനെ നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് ചേച്ചിയാണ് പെർഫോം ചെയ്ത്. ചേച്ചി ഒരു 5 മിനിറ്റിൽ അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി തന്നു. അപ്പോൾ നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോവാണ്. എത്രയാണ് നമ്മുടെ കറണ്ട് ബില്ല്? 1900. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങളുടെ സമ്മാനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം ആഘോഷം ഏതായാലും അണിഞ്ഞൊരുങ്ങാം, പ്രിൻസ് പട്ടുപാവാട. ഓക്കെ, ഫസ്റ്റ് വൺ. പട്ടോട ഇവിടെ ഇടാൻ ആരും ഇല്ലാത്തതുകൊണ്ട് മേ ബി റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാം. അടുത്തത് നട്ജ് കോക്കനട്ട് പേസ്റ്റ് ഫോർ ഹെൽത്ത് വെൽത്ത് ആൻഡ് ഹാപ്പിനെസിന്റെ ഒരു ചെറിയൊരു പാക്കറ്റാണുള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. അടുത്തത് നന്നായി ഉണരൂ 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ് നൽകുന്ന ഒരു ജംപ് പില്ലോയാണ്. മക്കൾക്ക് 2 പേർക്കും കൂടി ഞാൻ തരാം. കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങൾ ഇവിടെ വന്ന് മീറ്റ് ചെയ്ത് ഇത്രയും നമ്മൾ എൻജോയ് ചെയ്ത് ഇത്രയും ഒരു ഗെയിം പെർഫോം ചെയ്യാൻ പറ്റിയതിൽ ഐ എം വെരി ഹാപ്പി. താങ്ക് യു സോ മച്ച്. ബെല്ലടിക്കൂ ബില്ലടയ്ക്കാം എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയത് ഞങ്ങളൊരു വലിയ ഭാഗ്യമായിട്ട് കരുതാണ്. ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നതാണ്. പിന്നെ ഇതിനകത്തുണ്ടായ ഏറ്റവും പ്രധാന ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഒരു ചമ്മന്തി അരയ്ക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത് ഒരിക്കലും സാധിക്കുമെന്ന്. കാരണം ഇവിടെ തേങ്ങ പൊതിക്കലും ചിരണ്ടലൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ട് ചെയ്യണത് ശീലമുള്ളൂ. പിന്നെ അധികം വേദികളിൽ ഇങ്ങനെ നിൽക്കാറില്ല, സംസാരിക്കാറില്ല. എന്തായാലും 5 മിനിറ്റ് കൊണ്ട് ചമ്മന്തി അരച്ചത് വലിയൊരു മഹാസംഭവമായിട്ട് എനിക്ക് തോന്നി. അത് ബില്ലടയ്ക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ചമ്മന്തി അരച്ചതെന്ന് എനിക്ക് സംശയം. എന്തായാലും അത് ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിന് സൂര്യ കോമഡിയോട് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. എന്തായാലും സൂപ്പറായി, അടിപൊളി. അടുത്തത് ഞാൻ വരുന്നത് നിങ്ങളുടെ വീട്ടിലേക്കായിരിക്കും. സോ ബി റെഡി. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഇത്രയും വെൽക്കം ചെയ്ത് ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു. അവിടെ നോക്കിയൊരു ബൈ പറഞ്ഞേ. ബൈ.